ബണ്ണീനെ സ്പെഷ്യൽ പാർട്ടാണ്. വീഡിയോ ഇടാൻ ലേറ്റ് ആയത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, അതാണ്. പിന്നെ ഇതുവരെ ഈ മിസ്സസ് ബണ്ണി സ്റ്റോറിയെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. പിന്നെ കമൻറ്റ് മറക്കല്ല, കമൻറ്റ് ഇടണം പ്ലീസ്. ലൈക്ക് ചെയ്യണം, പിന്നെ ചെയ്യണേ. നീ നോട്ട്സൊക്കെ തന്നേ, ഞാനൊന്ന് പഠിക്കട്ടെ. ഇതാരായി പറയുന്നേ? ഇത് വല്ല സത്യമായ മതിയായിരുന്നു. അതെന്താ, എനിക്ക് പഠിച്ചൂടെ? അല്ല, ഈ പഠിത്തമൊക്കെ ഇവിടെ പതിവില്ലാത്ത കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ നീ കേൾക്കണ്ട, അപ്പുറത്തോട്ട് മാറിയിരിക്കും. ഞാൻ ഇനിയും ഇതുപോലെ പറയും. അത് കൊള്ളാലോടി പൂച്ച, എന്റെ റൂമിൽ വന്നിട്ട് എന്നോട് പോവാൻ പറയുന്നു. വേണേ നീ പൊക്കോ, ഞാനങ്ങ് പോകത്തില്ല. ഓ പിന്നെ, ഇത് നിന്റെ റൂമാണെന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ആ ഉണ്ടല്ലോ, നിനക്ക് കാണണോ പൂച്ചക്കുട്ടിയെ? ഓ, രണ്ടും കൂടി ഒന്ന് നിർത്തുവോ? കുറെ നേരായി തുടങ്ങിയിട്ട്. ഞാനൊന്ന് പഠിച്ചോട്ടെ. അപ്പൊ കേട്ടല്ലേ യൂഞ്ചിയ, നീ പൊക്കോ, അവള് പഠിക്കട്ടെ. ഇതേ വീട്ടിനായും ഇത് തേടിയും കൂടി റൂമാണ്. അപ്പൊ തേ പറയട്ടെ, ഞാൻ ഇവിടെ നിക്കണ വേണ്ടെന്ന്. തേയ, നീ പറ, ഞാൻ പോണോ നിക്കണോ? എന്റെ യൂഞ്ചിയെ, നീ എന്തേലും ഒന്ന് ചെയ്യൂ. അപ്പൊ യൂഞ്ചി മോളെ കേട്ടല്ലോ, എഴുന്നേറ്റ് പൊക്കേ. ഇതാ കാലമാട മുയലുമ്പല്ല, ശരിയാക്കി തരാട്ടാ. നിക്ക് പോവാൻ അറിയാം. ഡി തേയെ, ഞാൻ പോകുവാ. ഡി യൂഞ്ചിയെ, നീ എവിടെ പോവാ? കുറച്ചും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോയാ പോരെ? അതിന് ഈ മൊയിലുമല്ല സമ്മതവും തോന്നില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ റൂമിലേക്ക് പോവാ. അവിടെയാകുമ്പോ ഈ നോയ്സൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതൊന്നും പറ്റത്തില്ല, എവിടെ ഇരുന്നോട്ടെ. ആടി യൂഞ്ചിയെ, എന്റെ റൂമിലേക്ക് പോവാം. ഇതൊക്കെ ഒന്ന് എടുക്ക്. എന്നോട് അവന്റെ ഒരു കളി. അപ്പൊ പോട്ടെ കുക്കിച്ച, നാളെ കാണാവേ. ഗുഡ് നൈറ്റ്. അതൊന്നും പറ്റത്തില്ല ദയാ, നോട്ട്സ് കംപ്ലീറ്റ് ആയ ഇങ്ങോട്ട് തന്നെ വന്നേക്കണം. ഇതങ്ങനെ പെട്ടെന്ന് കഴിയില്ല കുക്കിച്ച. നീ ഒന്ന് വന്നേ, ഇപ്പൊ തന്നെ കൊറേ ടൈം വേസ്റ്റ് ആയിക്കണ്. ഇനി കുറക്കൊന്നില്ലേടി, ഈ നട്ടപ്പാതിരക്ക് ബുക്കും പിടിച്ചോണ്ട് നടക്കണേ. ജിമ്മിച്ച, ഇനി ഈ മന്ത് കഴിഞ്ഞിട്ട് ഉറക്കൊക്കെ ഉള്ളൂ. ഓ, എക്സാം, ഞാനത് പഠിച്ചതല്ലേ, അങ്ങ് സഹിച്ചേക്ക്. ബാക്കി നാളെ നോക്കാം. ഇപ്പൊ തന്നെ കൊറേ ടൈം ആയിക്കണ്. അതൊന്നും പറ്റത്തില്ല, ഇനി കുറച്ചേ ഉള്ളു. അത് കൂടി കഴിഞ്ഞിട്ട് നിർത്താം. ഞാൻ കിടക്കുക, ഇനി കുറക്കെ വന്നിട്ട് ഇരിക്കാൻ വയ്യ. അത് സാരല്ല, നാളെ ക്ലാസ് ഒന്നുമില്ലല്ലോ, അപ്പൊ ലേറ്റ് ആയി എണീച്ചാലും കുഴപ്പമൊന്നുമില്ല. ശരി എന്നാ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. നാളെ വല്ല എഴുതിയ മതിയായിരുന്നു. അങ്ങനെ ഇതും കഴിഞ്ഞു. ഇനി ബാക്കി നാളെ നോക്കാം. ടൈം എത്ര ആടി? നീ എന്തിനൊന്നും മിണ്ടാത്തേ? കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഞാൻ കിടന്നോട്ടെ, ഇനിയോടൊന്നും ചോദിക്കല.
എന്നാ നീ കിടന്നു, ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ, എന്നിട്ട് കിടക്കാം. നീ തേയെ പോകലടി, ഒരു കിസ് തന്നിട്ട് പോടി. അന്നല്ലടി ചോദിച്ചുള്ളൂ, നിനക്ക് തന്നൂടെ? ആഹാ, ഇപ്പൊ ശരിയാക്കി തരാട്ടാ. എന്താ എന്റെ തേയെ, പാവല്ല അവന്, ഒരു കിസ്സല്ല ചോദിച്ചുള്ളൂ, അതങ്ങ് കൊടുത്തേക്ക്. അത് ജിമ്മിയുടെ സൗണ്ടല്ലേ, ഇവനക്കെന്താ ഇവിടെ കാര്യം? ദാ ജിമ്മി, നീ എന്താ സീന് പിടിക്കാൻ വന്നതാണോ? അല്ല, എന്റെ ടയ ഇവിടെ. മൂട് പോയി. നല്ല ഫ്ലോയിൽ അങ്ങനെ വരുമായിരുന്നു, നീ എന്തിനാ നിർത്തി കളഞ്ഞ? ഡാ ജിമ്മിയെ, നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. അല്ല, എന്റെ തേയ ഇവിടെ. ഇവിടെ നോക്കിയിട്ടൊന്നും കാര്യമില്ല, തേയൊക്കെ നിന്റെ സ്വപ്നത്തിലല്ലേ. എന്നാലും നീ നിർത്തണ്ടായിരുന്നു. അത് സ്വപ്നായിരുന്നു, ഞാൻ വിചാരിച്ച്. ജിമ്മി, അത് പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ ഫ്രഷായി വരാം. നീ പൊക്കോ, ഇനി അതല്ലേ വഴിയുള്ളൂ. ജിമ്മി മോനെ, നീ എണീറ്റോ? ഈ ചായ കുടിക്ക്. അല്ല, കുക്കി എവിടെ? അവൻ ഇതുവരെ എണീറ്റില്ലേ? ആന്റി, അവനെ എണീറ്റിക്കണേ, ഫ്രഷായി വരാന്ന് പറഞ്ഞു. ഇനി ആ രണ്ട് സാധനങ്ങൾ എപ്പോഴാണോ എന്തോ. മമ്മി, അവരെ ഇനി ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കണ്ട. ഇന്നലെ നൈറ്റ് ഫുള്ള് പഠിത്തായിരുന്നു. വെറുതെ അല്ല ഇത്ര നേരമായിട്ട് എണീക്കാത്തെ. എന്തായാലും കിടക്കട്ടെ, നല്ല ക്ഷീണം കാണും. അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. പോയിന്നാ തോന്നുന്നേ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഇനി അവന്റെ മുഖത്തോട്ട് ഞാൻ എങ്ങനെ നോക്കും? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാം നടന്നു കഴിഞ്ഞു. ഇനി എന്ത്? ഈ തേയത് എവിടെ പോയി കിടക്ക? എവിടെ കാണുന്നില്ലല്ലോ. ഇനി എണീറ്റിട്ടുണ്ടാവില്ലേ? നീ ആരെയാ ഇങ്ങനെ നോക്കുന്നേ? കുറെ നേരമായല്ലോ നടത്താം. അതോ, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സാധനം ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ്. അപ്പൊ അത് തപ്പിക്കൊണ്ടിരിക്കുക. നാറി, എനിക്കറിയടാ നീ തേയനെ തപ്പി നടക്കുന്നെന്ന്. അങ്ങനെയാണോ? നീ അന്വേഷിക്കുന്ന സാധനം ഇതുവരെ എണീറ്റില്ല. കണ്ടുപിടിച്ച് കൊച്ചു കള്ളൻ. എന്നാ ഞാൻ അങ്ങോട്ട്. നീ എന്താ ക്യൂട്ടാടി. എന്താ മിസ്റ്റർ, ഇവിടെ ഒരു ചുറ്റിക്കളിയൊക്കെ? വന്ന പൂച്ചക്കുട്ടിയെ ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ, എന്താ കാണാത്തേന്ന്. ഇപ്പൊ കണ്ടില്ലേ? എന്നാ പൊന്നുമോന് സ്ഥലം കളിയാക്കാൻ നോക്ക്. ഇത് എന്റെ റൂമാണ്. പിന്നെ നിന്റെ ഒരു റൂം. എടിത്തേയെ, നിങ്ങളുടെ ലവ് സ്റ്റോറി പറ. എത്ര തവണ എടി ചോദിച്ചു നടക്ക്. അതായിരുന്നു നിന്റെ ബർത്ത്ഡേ കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് വേറെ വല്ലതും ആണോന്ന്. നീ അങ്ങനെ മുങ്ങാൻ നോക്കണ്ട. കൊറേ ദിവസമായി നീ ചോദിക്കുമ്പോ ചെങ്ങ മുങ്ങുക. ഇനി അത് പറ്റത്തില്ല, മര്യാദക്ക് പറഞ്ഞു. ഞാനെന്തിനു മുങ്ങണം? എടി യൂഞ്ചിയ, ഈ എക്സാം കഴിഞ്ഞിട്ട് റിലാക്സ് ആയി പറഞ്ഞാ പോരെ. അങ്ങനാണെങ്കിൽ കുഴപ്പമില്ല, എന്തായാലും പറഞ്ഞാ മതി. ഇത്രയേ ഉള്ളൂ ലവ് സ്റ്റോറി. അപ്പൊ യൂഞ്ചിയ, ഡൗട്ട് എന്തെങ്കിലും ഇപ്പൊ തന്നെ ചോദിക്കണം. ലിസക്ക് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചു. അപ്പൊ അത് റാങ്ക് ചെയ്ത അന്നാണല്ലേ സ്റ്റാർട്ടിങ്? യോഞ്ചി അന്ന് തന്നെ. പക്ഷേ നമ്മുടെ പ്രൊഫസറായി വരുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. എടി യോഞ്ചിയെ, ഞാൻ എത്ര തവണ പറയുന്നറിയോ അന്ന് തന്നെ നിന്നോടും കൂടി പറയാനേ. പക്ഷെ അവള് കേൾക്കണ്ടേ. അത് പിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് വെച്ചിട്ടാ. എടി യോഞ്ചിയെ, നിനക്ക് ഈ ലാസ്റ്റിൽ എന്തോ പന്തികേട് തോന്നില്ലേ? തേയ അന്ന് പ്രപ്പോസ് ചെയ്തപ്പോ ജെകെ റിജക്ട് ചെയ്തു. പക്ഷെ മാരേജിന് എങ്ങനെ സമ്മതിച്ചു? ഞാനത് പറയാനിരിക്കായിരുന്നു. എന്നാലും ഇതെങ്ങനെ നടന്നേ? ഇനി എന്നോട് വല്ല ക്രഷും? അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനാണെങ്കിൽ തേയ പ്രപ്പോസ് ചെയ്ത് ഒന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? നിങ്ങളുടെ മാരേജിനെ കണ്ടപ്പോ തന്നെ എനിക്കെന്തോ പന്തികേട് തോന്നിയിരുന്നു. ഇനി നമ്മളിവിടെ തല പുകച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ അറിയണമെങ്കിലേ കുക്കിച്ചനോട് തന്നെ ചോദിക്കേണ്ടി വരും. അത് ശരിയാ തേയ, നീ കുക്കിച്ചനോട് ചോദിക്ക്. അപ്പൊ എന്താണെന്ന് അറിയാലോ. ഞാനോ? എനിക്കൊന്നും പറ്റത്തില്ല. എന്തുവാ എന്റെ തേയെ, ഇത് നിന്റെ കൂടി ആവശ്യമല്ലേ?
പിന്നെ നീ ചോദിച്ചെന്ന് കരുതി നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. എന്നാലും ആ എന്നാ ചോദിക്കാല്ലേ, എന്താന്നറിയാലോ. എടി തയ്യ, നീ ഇന്ന് തന്നെ ചോദിച്ചോ, അപ്പൊ പെട്ടെന്ന് അറിയാലോ എന്താണെന്ന്. രണ്ടും കൂടി എന്നെ കൊലക്ക് കൊടുക്കാൻ തീരുമാനിച്ചല്ലേ. ഇനി എന്താവോ എന്തോ. നാളെ ജീവനോടുണ്ടെങ്കിൽ ഭാഗ്യം. രണ്ടും കൂടി നല്ല ചർച്ച ആണല്ലോ. എന്താ കാര്യം? ജിമ്മിച്ചായോ, ഞാനിവിടെ ഉണ്ട്. ആരിത്, ലിസയോ? ആ, വീഡിയോ കോൾ ആയിരുന്നോ? ഞാനൊരു കാര്യം പറയാൻ വന്നതാ, അത് കഴിഞ്ഞിട്ട് പോയേക്കാം. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ജിമ്മിച്ചായ സുഖാണോ? ആ, ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു. പിന്നെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാമിന്റെ കാര്യം ഒന്നും ചോദിക്കല്ലേ. അതെനിക്ക് കഴിഞ്ഞപ്പോ തലേന്ന് എന്ത് ഇറക്കി വെച്ച പോലെയാണ്. അല്ല ജിമ്മിച്ച, എന്ത് കാര്യം പറയാനാ വന്നേ? ആ, അത് ഫുഡ് വേണമെങ്കിൽ താഴേക്ക് വായോ. എല്ലാരും ഇപ്പൊ ഫുഡ് കഴിക്കാനിരിക്കുക. എന്നാ ബായടി, എനിക്ക് ഫുഡ് കഴിക്കണം. അപ്പൊ തയ്യാ പറഞ്ഞു മറക്കണ്ട. ഗുഡ് നൈറ്റ്. നമുക്ക് ആ കാര്യം ഇവരോട് പറയണ്ടേ? ആ ഇച്ചായ, പിന്നെ പറയണ്ടേ? അല്ല പപ്പ, എന്താ കാര്യം? വേറൊന്നുമല്ല, യോജിനും ജിമ്മിന്റെ മേരേജ് എത്രയും പെട്ടെന്ന് നടത്താം. എടാ ജിമ്മിയെ, നിനക്ക് സമ്മതല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടെങ്കിലേ ഡബിൾ ഓക്കെയാണ്. പപ്പ, ഒരു കാര്യമുണ്ട്. ഇത്രയും ഡേയ്സ് ലീവ് കിട്ടിയ തന്നെ അങ്ങോട്ട് കാല് പിടിച്ചിട്ടാ. ഇനി ലീവ് തരുമോന്ന് പറയാൻ പറ്റൂല. എന്തായാലും ഈ മന്തും കൂടി ലീവില്ലേ. ഇപ്പൊ എക്സാം കഴിഞ്ഞു. എന്നാ പിന്നെ നെക്സ്റ്റ് വീക്കിലും നടത്താം. ആ, അതാ നല്ലത്. നെക്സ്റ്റ് വീക്കിലും നടത്താം. ആ, എന്നാ പിന്നെ ഇന്നത്തേക്ക് ഇത്ര മതി. ബാക്കി ചർച്ച ഒക്കെ നാളെ ആക്കാം. എല്ലാരും ഒക്കെ ഇപ്പൊ ഇത്ര ടൈം കുറെ ആയിക്കണ്. ഇവളിതവിടെ പോയി കിടക്കാം. താഴേന്ന് ഇങ്ങോട്ട് കേറുന്ന കണ്ടായിരുന്നല്ലോ. ഇവളൊന്നും ഇവിടെ പോയി. കിച്ചനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി കേറിക്കണോ? ഇനി ഞാൻ ചോദിക്കണ്ടേ? ചോദിച്ചില്ലെങ്കിൽ രണ്ട് കുരുക്കുകളെ അവന് വെച്ചേക്കില്ല. ചോദിച്ചാല് കൊക്കിച്ചൻ എന്നെ വെക്കുവോ എന്തോ. ആ, നടന്നിട്ട് വെച്ച് ഇനി കാണാം, ചോദിക്കാം. നിന്നെ കൊണ്ട് പറ്റും. നീ സ്ട്രോങ് ആണ്. കമോൺ കമോൺ. ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി കുക്കിച്ചന് കേറിയിട്ടില്ലേ? എന്താ കാണിക്കുന്നേ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? അത് പിന്നെ നിനക്കറിയോ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. Now I can confirm. I need you, Taya. I need you. Taya, നിനക്കിങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്? എന്നിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോ എന്നെ റിജക്ട് ചെയ്തില്ലേ? അപ്പോ അതെന്തിനാ? അന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നല്ല, എന്റെ സ്റ്റഡീസിനെ ബാധിക്കും, അതുകൊണ്ടാണ്. പിന്നെ ഈ മാരേജ് മമ്മിയോട് പറഞ്ഞ ഞാൻ തന്നെയാണ്. അത് നീ അറിയണ്ടെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നു. നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാണ്. മമ്മി, തേയ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവളെ ഇവിടെ അല്ല. പിന്നെ നീ അസൈൻമെന്റ് കൊടുത്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ പോവാൻ പറഞ്ഞു. പിന്നെ കുക്കി മോനെ, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക, നിനക്ക് ആ തേയോട് എന്താ എത്ര ദേഷ്യം? നിനക്കൊരു കാര്യം അറിയോ? ആ തേയ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കാര്യമൊക്കെ അവൾ നിന്നെ പ്രപ്പോസ് ചെയ്തും നീ റിജക്ട് ചെയ്തതും അത് എന്താന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. പിന്നെ നീ ആ കുട്ടീനെ മനസ്സ് കാണാതിരിക്കരുത്. അവള് അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ആ കുട്ടിയുടെ സ്നേഹം മനസ്സിലാക്കണം. ആ മമ്മി, എനിക്കറിയാം. തേയനെ പ്രപ്പോസ് ചെയ്തപ്പോ അക്സെപ്റ്റ് ചെയ്യാതിരിക്കും കാരണം അവളുടെ സ്റ്റഡീസിനെ ബാധിക്കുന്ന വെച്ചിട്ടാ. ഫൈനൽ ഇയർ അല്ലേ. പിന്നെ മമ്മി, എനിക്ക് വേണ്ടി തേടെ വീട്ടിൽ ചോദിക്കുമോ? നമ്മുടെ ഷുഗങ്കിളിന് ഹോബിയന്റെ മോളാണ് തേയ. ഞാൻ ഇന്നലെ ഓഫീസിൽ പോയിരുന്നു. അപ്പൊ രജിസ്റ്ററിൽ കണ്ടതാണ്. അപ്പോ മമ്മി എനിക്ക് വേണ്ടി അവളെ ചോദിക്കണം. അപ്പോ ഷുഗന്റെ ഹോബിന്റെ മോളാണല്ലേ തേയ? എന്നാ പിന്നെ നാളെ തന്നെ ചോദിച്ചേക്കാം. വീടൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അല്ലേ കുക്കിമോനെ, നീ വരുന്നില്ലേ? ഇല്ല മമ്മി, ഞാൻ വരുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ തേയോട് പറയണ്ട. തേക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചിട്ടാ. ആ കുക്കിമോനെ, എന്നാ തേക്ക് സർപ്രൈസ് ആയിക്കോട്ടെ, ഞാൻ പറയുന്നില്ല. അപ്പൊ തേയ, എന്റെ ഡൗട്ടൊക്കെ മനസ്സിലേക്ക് നമുക്ക് തുടങ്ങിയാലോ?
കേനായി. വിളിച്ചിരുന്നേ. അപ്പോൾ പറഞ്ഞ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പോയേ പറ്റൂ. അല്ലേ അഞ്ചുമോളെ, നാളെ തന്നെ പോണോ? ഇന്ന് മാരേജ് ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്തായാലും ഈ വീക്ക് കഴിഞ്ഞ് അങ്ങോട്ടല്ലേ പോകുന്നേ? അല്ല പപ്പ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാളെ തന്നെ പോയേ പറ്റൂ. അല്ലേ അഞ്ചുമോളെ, ഈ മന്ത് കഴിയാൻ 2-3 days അല്ലേ ഉള്ളൂ. അപ്പൊ പോയ പോരെ? പിന്നെ അപ്പൊ ജിമ്മി ഉണ്ടാവല്ലോ കൂടെ. ഇപ്പൊ നീ ഒറ്റക്കല്ലേ പോകുന്നത്, വെറുതെ റിസ്ക് എടുക്കുന്നേ. ഏയ്, ഞാൻ ഒറ്റക്കൊന്നല്ല, എന്റെ കൂടെ ജിമ്മിച്ചുണ്ടല്ലോ സ്പോൺസർ. അപ്പൊ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് 2 ടിക്കറ്റ് ആവശ്യമുണ്ടെന്ന്. അപ്പൊ പിന്നെ 2 ടിക്കറ്റ് ആക്കി. പിന്നെ ഫ്ലൈറ്റ് മോർണിംഗ് 4 മണിക്കാ. സബാഷ്, ഇപ്പൊ എന്റെ കാര്യത്തില് ഒരു തീരുമാനായി. ഡാളിയ,
എന്താടാ നിന്റെ മുഖം ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? നല്ല സുഖല്ലേ ഇവിടെ? ഇടിയോ ഇഞ്ചിയെ, നീ എന്താണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നേ? ഒരു ഭാഗത്ത് ഇരിക്ക്. എന്റെ ജിമ്മിച്ച അവിടെ ഇങ്ങനെ കുന്തുപോലെ നിൽക്കൊന്ന് മാറി നിൽക്ക്. ഞാനൊക്കെ ഒന്ന് പോയി റെഡി ആക്കട്ടെ, എന്നിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. നല്ല ടയേർഡാ. ഇടിയോ ഇഞ്ചിയെ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ആ അതിന് ഒന്ന് പോയോ ഇഞ്ചിയെ? ഒന്നും അറിയാത്ത പോലെ അവിടെ നിക്കടി പെണ്ണേ. നീ ഒക്കെ ഇങ്ങനെ ഓടുന്നേ? ജിമ്മിച്ച മര്യാദക്കനെ വിട്ടോ, എന്നെ അറിയാലോ. എന്തുപാടി എന്റെ യൂഞ്ചിയെ? എന്തോന്ന് യോഞ്ചേനെ? നാളെ നേരത്തെ എഴുതാനുള്ളതാ, അത് മറക്കണ്ട. പിന്നെ ഞാൻ കിടക്കുവാണേ, ഇവിടെ എവിടെയും ഒന്ന് കിടക്കേ. ഗുഡ് നൈറ്റ്. എന്തൊരു വിധിയത്, വല്ലാത്ത ചതിയത്. എന്റെ യൂഞ്ചി മോളെ, അവിടെ നേരത്തെ എന്നിട്ടാണ് എനിക്ക് നിന്നെ ശരിക്കും ഒന്ന് കാണാന്. കോഴിക്കുഞ്ഞെ, നീ എന്തെങ്കിലും പറഞ്ഞാ? ഞാനെന്തോ കേട്ട പോലെ. ഈ പൂച്ചക്കുട്ടി അതും കേട്ടാ? ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഗുഡ് നൈറ്റ്.